ചുവപ്പു സ്വപ്നങ്ങൾക്കു വേണ്ടി സ്വയം സമർപ്പിച്ച കമ്മ്യൂണിസ്റ്റ്, കച്ചവട രാഷ്ട്രീയത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും അവസരവാദത്തിന്റെയും നിഴൽ പോലും പെടാത്തവൻ, ചെങ്കൊടിയുടെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചു എന്ന ഒറ്റ കാരണത്താൽ തെരുവിൽ പിടഞ്ഞു വീണ രക്തസാക്ഷി, മഹാരാജാസിന്റെ ചലനാത്മക യൗവനാത്മാക്കളുടെ ഉറ്റതോഴൻ. അതായിരുന്നു സഖാവ് സൈമൺ ബ്രിട്ടോ റോഡ്രിക്സ്. ഒരു നേരത്തെ ആഹാരത്തിനു വക കണ്ടെത്തുന്നത് പോലും മറന്ന് മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പാൻ ഓടുന്ന നിരവധി നല്ല കമ്മ്യൂണിസ്റ്റുകളുണ്ട് ഇപ്പോഴും കേരളത്തിൽ. കച്ചവട രാഷ്ട്രീയത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും അവസരവാദത്തിന്റെയും ഒന്നും നിഴൽ പോലും പെടാത്തവർ, ചെങ്കൊടിയുടെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചു എന്ന ഒറ്റ കാരണത്താൽ തെരുവിൽ പിടഞ്ഞു വീണവരും ഇക്കൂട്ടത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ഇതുവരെയും ജീവിച്ചിരുന്ന രക്തസാക്ഷിയായ സൈമൺ ബ്രിട്ടോ. 1983 ഒക്ടോബർ 14 എറണാകുളം ജനറൽ ആശുപത്രി കാഷ്വാലിറ്റിക്കു സമീപത്തിട്ട് KSUക്കാർ ഹൃദയം, കരൾ, ശ്വാസകോശം, നട്ടെല്ല് എന്നീ അവയവങ്ങളിൽ കഠാര മുനമാറി മാറി കുത്തിയിറക്കിയപ്പോൾ സന്തോഷിച്ചു, ഒരുത്തനെ കൂടി ഉന്മൂലനം ചെയ്യാനായല്ലോ എന്ന്. എന്നാൽ ഒന്നിൽ നിന്നും 1000 എന്ന പോൽ ഉയർത്തെഴുന്നേറ്റ് 85% ചേതനയറ്റ, അതായത് 15% മാത്രം ജീവനുള്ള ശരീരവുമായി തന്റെ രാഷ്ട്രീയവും താൻ തിരഞ്ഞെടുത്ത പാതയും വളരെ ശരിയാണെന്ന് വിളിച്ചു പറഞ്ഞും എഴുതിയും ഇന്നും ജീവിക്കുന്നു എന്ന ഭാര്യ സീന ഭാസ്കർ വർഷങ്ങൾക്ക് മുൻപ് കുറിച്ച വരികളിൽ തെളിഞ്ഞു കാണാനാവും ഈ സഖാവിനെ. വിങ്ങുന്ന ഹൃദയത്തോടെ പരസ്പരം ചർച്ച ചെയ്യുന്ന രക്തസാക്ഷിത്വങ്ങൾ, തീക്ഷ്ണമായുള്ള രാഷ്ട്രീയ ചർച്ച, വർഗീയ വിഘടനവാദികളുടെ കാണാമുഖങ്ങൾ, കോർപ്പറേറ്റ് വൽക്കരണം തുടങ്ങി വിവിധ വിഷയങ്ങൾ. എങ്കിലും ഇപ്പോഴും ഞങ്ങൾക്ക് പ്രധാനം ക്യാമ്പസിലെ ചലനാത്മകമായ യൗവനങ്ങൾ തന്നെയാണ്. അതെ, അവർക്കിഷ്ടം ചലനാത്മകമായ യൗവനങ്ങൾ തന്നെയായിരുന്നു. അതായിരുന്നു മഹാരാജാസ് കോളേജിൽ വേരറ്റുപോയ ബ്രിട്ടോയുടെ ഏറ്റവും വലിയ സൗഹൃദം, അഭിമന്യു. മഹാരാജാസിലെ കുട്ടികൾ വീട്ടിലെ സ്ഥിരം സന്ദർശകരാണ്. ഏതു കാര്യത്തിനും അവർ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അഭിമന്യു തിളങ്ങി നിന്നിരുന്നു. 1983 ഒക്ടോബർ 14 കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനും മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത കേരള ജനതയ്ക്കും ഒരു കറുത്ത ദിനമായിരുന്നു. ഒരു തിരഞ്ഞെടുപ്പ് കാലം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആദ്യ കലാലയ തിരഞ്ഞെടുപ്പ്. അന്നും ഇന്നും എറണാകുളം മഹാരാജാസ് കോളേജ് SFIയുടെ ചെങ്കോട്ട. പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മുൻ MP PT തോമസിന്റെ നേതൃത്വത്തിൽ KSU അവിടെ ശക്തമാകാൻ തുടങ്ങി. മഹാരാജാസിന്റെ ചരിത്രത്തിൽ SFI ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട തിരഞ്ഞെടുപ്പ് കാലം. അന്ന് ആ തിരഞ്ഞെടുപ്പ് SFIക്കൊരു അഭിമാന പോരാട്ടമായിരുന്നു. SFIക്കു വേണ്ടി തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ നിയോഗിക്കപ്പെട്ടത് അന്നത്തെ SFI സംസ്ഥാന കമ്മിറ്റി അംഗവും എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥിയുമായിരുന്ന സഖാവ് സൈമൺ ബ്രിട്ടോ റോഡ്രിക്സ്. തുടർന്നുണ്ടായ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും തൂത്തുവാരി SFI കോളേജിൽ വൻ തിരിച്ചുവരവ് നടത്തി. തോൽവിയുടെ ആഘാതം ആക്രമണങ്ങളായി KSU ക്യാമ്പസിൽ അഴിച്ചുവിട്ടു. പിന്നീട് അങ്ങോട്ട് SFIക്ക് പ്രതിരോധങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും നാളുകളായിരുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഇടനാഴിയിൽ വെച്ച് നട്ടെല്ല്, കരള്, ഹൃദയം, ശ്വാസകോശം എന്നിവിടങ്ങളിൽ കുത്തേറ്റ് ബ്രിട്ടോ പിടഞ്ഞു വീണു. ഈ ലോകത്തു നിന്ന് ബ്രിട്ടോയെ പറഞ്ഞുവിടണമെന്നാഗ്രഹിച്ചവരുടെ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു അത്ഭുതം പോലെ ബ്രിട്ടോ 10 വർഷം നീണ്ട ചികിത്സയ്ക്കു ശേഷം പാതി തളർന്ന ശരീരവും നിറചിരിയുമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. കഠിനമായ വേദനയുടെ നാളുകളിൽ 4 ചുവരുകൾക്കുള്ളിൽ ഇരുണ്ട സൂര്യോദയങ്ങൾ കണ്ടു തളർന്നു നിൽക്കാൻ തനിക്കാവില്ലെന്ന സത്യം സഖാവ് തിരിച്ചറിഞ്ഞു മുന്നേറി. പിന്നീട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി. ഒടുവിൽ സഖാവ് യാത്രയാകുന്നത് ഒരു ഒത്തുതീർപ്പിനും നിൽക്കാതെ. ചുവപ്പിനെ സ്നേഹിക്കുന്ന ലക്ഷങ്ങൾ പ്രചോദനമായി. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.